ക്രിക്കറ്റ് എന്നത് ക്രൂരമായ ഒരു കായിക വിനോദമാണ്. ഇന്നലെ വരെ രാജകുമാരനായി വാഴ്ത്തപ്പെട്ടവർ ഇന്ന് പടിക്ക് പുറത്താകും. ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവരാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശുഭ്മാൻ ഗില്ലിന്റെ കാര്യത്തിൽ സംഭവിച്ചതും അതാണ്. 2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും വലിയ ഞെട്ടൽ കാത്തിരുന്നത് ആരാധകർക്ക് മാത്രമായിരുന്നില്ല, സാക്ഷാൽ ശുഭ്മാൻ ഗില്ലിന് കൂടിയായിരുന്നു. കഴിഞ്ഞ ഏഷ്യ കപ്പ് മുതൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന, ഭാവിയിലെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായി BCCI കണ്ടുവച്ചിരുന്ന ഗിൽ ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് നിഷ്കരുണം ഒഴിവാക്കപ്പെട്ടു. എന്നാൽ ആ നിരാശയിൽ തളർന്നിരിക്കാനല്ല ഗിൽ തീരുമാനിച്ചത്. പുറത്താക്കപ്പെട്ട വാർത്ത അറിഞ്ഞതിനു പിന്നാലെ മൊഹാലിയിലെ PCA സ്റ്റേഡിയത്തിൽ അദ്ദേഹം നടത്തിയ ഏകാന്ത പരിശീലനം ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. ഗില്ലിന്റെ പുറത്താക്കലിന് പിന്നിലെ ആശയവിനിമയത്തിലെ പാളിച്ചകളും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പദ്ധതികളും നമുക്ക് പരിശോധിക്കാം. അവസാന നിമിഷം വന്ന ആ ഫോൺ കോൾ ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്താക്കൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. എല്ലാവരെയും പോലെ താനും ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം 100% വിശ്വസിച്ചിരുന്നു. അതിനായി മാനസികമായി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. ടീം പ്രഖ്യാപനത്തിന് വെറും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നുള്ളവർ ഗില്ലിനെ വിളിച്ച് വിവരമറിയിക്കുന്നത്. നിങ്ങൾ ലോകകപ്പ് ടീമിലില്ല എന്ന വാർത്ത കേട്ടപ്പോൾ ഗിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കായി അദ്ദേഹം ടീമിനൊപ്പം അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നു. 5ാം മത്സരം കഴിഞ്ഞതിന് ശേഷവും ടീം വിട്ടുപോകാതെ ക്യാമ്പിൽ തുടർന്ന വൈസ് ക്യാപ്റ്റനെ ഒരു സൂചന പോലും നൽകാതെ അവസാന നിമിഷം ഒഴിവാക്കിയത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് റെവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടീമിനുള്ളിലെ സുതാര്യത എന്നത് ഗിൽ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. കളിക്കാർ തമ്മിലും മാനേജ്മെന്റുമായും കൃത്യമായ ആശയവിനിമയം വേണമെന്ന് അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം കാര്യത്തിൽ അത് ലഭിച്ചില്ല എന്നതാണ് വിരോധാഭാസം. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന താരമാണ് ഗിൽ. കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കാലം മുതൽ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. എന്നിട്ടും താൻ ലോകകപ്പ് ടീമിൽ ഉണ്ടാവില്ലെന്നതിനെ കുറിച്ച് ഒരു ചെറിയ സൂചന പോലും കോച്ച് നൽകിയില്ല എന്നത് ഗില്ലിനെ നിരാശനാക്കി. ടീമിലെ ഒഴിവാക്കലിനേക്കാൾ ഉപരി വിശ്വസിച്ചവരിൽ നിന്ന് ലഭിക്കാതെ പോയ ആശയവിനിമയമാണ് അദ്ദേഹത്തെ തളർത്തിയത്. ടീം മാനേജ്മെന്റിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ കുറച്ചുകൂടി മാന്യമായ പരിഗണന ഗിൽ അറിയിച്ചിരുന്നു. മൊഹാലിയിലെ ഏകാന്ത തപസ്. എന്നാൽ ശുഭ്മാൻ ഗിൽ എന്ന പോരാളിയെ അവിടെയാണ് കാണേണ്ടത്. ടീമിലില്ലെന്നറിഞ്ഞ നിമിഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിക്കാനോ അഭിമുഖങ്ങൾ നൽകി വിവാദമാക്കാനോ പോയില്ല. പകരം അദ്ദേഹം നേരെ പോയത് തന്റെ തട്ടകമായ മൊഹാലിയിലെ PCA സ്റ്റേഡിയത്തിലേക്കാണ്. ആരുമില്ലാത്ത സ്റ്റേഡിയത്തിൽ ദീർഘനേരം ഗിൽ തനിച്ചു ബാറ്റിംഗ് പരിശീലനം നടത്തി. തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയുടെ വാശി ആ ബാറ്റിംഗിൽ ഉണ്ടായിരുന്നു. തന്റെ സാങ്കേതിക തികവിലും അച്ചടക്കത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു പരിശീലനം. ലോകകപ്പ് നഷ്ടമായെങ്കിലും ക്രിക്കറ്റ് അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവോടെ തന്റെ പിഴവുകൾ തിരുത്തി കൂടുതൽ ശക്തനായി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. ഗില്ലിന്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തെയാണ് കാണിക്കുന്നത്. ഫിറ്റ്നസിലും ഫോമിലും കണ്ണ്. സമീപകാലത്ത് ഗില്ലിനെ വേട്ടയാടിയ പ്രധാന പ്രശ്നം പരിക്കുകളും ഫിറ്റ്നസുമായിരുന്നു. വെസ്റ്റ് ഇൻഡീസുമായുള്ള ടെസ്റ്റ് പരമ്പരയിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലും പരിക്കു മൂലം അദ്ദേഹത്തിന് വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ T20 ഫോമിനെയും ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് ഗിൽ ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത്. ജിമ്മിലും നെറ്റ്സിലും അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിക്കുന്നു. കൂടാതെ ബാറ്റിംഗ് ഫോം വീണ്ടെടുക്കാൻ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങാനും അദ്ദേഹം തീരുമാനിച്ചു. നടക്കാനിരിക്കുന്ന വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ പഞ്ചാബ് ടീമിനായി ഗിൽ കളത്തിലിറങ്ങും. ആഭ്യന്തര തലത്തിൽ റൺസ് വാരിക്കൂട്ടി സെലക്ടർമാർക്ക് മറുപടി നൽകുക എന്നതാണ് ഗില്ലിന്റെ ലക്ഷ്യം. T20 ലോകകപ്പിലില്ലെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗില്ലിന്റെ സ്ഥാനം അവസാനിച്ചിട്ടില്ല. അടുത്ത മാസം ന്യൂസിലാൻഡുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ഗിൽ ഇന്ത്യൻ ജേഴ്സിയിൽ തിരിച്ചെത്തും. വെറും കളിക്കാരനായിട്ടല്ല, മറിച്ച് ടീമിനെ നയിക്കുന്ന ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ്. 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാനുള്ള ചുമതല ഗില്ലിനാണ്. ലോകകപ്പ് ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയവർക്ക് തന്റെ ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും മറുപടി നൽകാനുള്ള സുവർണാവസരമാണിത്. T20യിൽ തഴയപ്പെട്ടെങ്കിലും ഏകദിനത്തിൽ താൻ ഇപ്പോഴും രാജാവാണെന്ന് തെളിയിക്കാൻ ഗിൽ കാത്തിരിക്കുകയാണ്. ശുഭ്മാൻ ഗില്ലിന്റെ ഈ വീഴ്ച ഒരു താൽക്കാലിക തിരിച്ചടി മാത്രമാണ്. വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും പോലുള്ള ഇതിഹാസങ്ങൾ പോലും കരിയറിൽ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. മൊഹാലിയിലെ ആ ഏകാന്ത പരിശീലനം വെറുതെയാകില്ല. അപമാനിക്കപ്പെട്ട ഇടത്തു നിന്ന് തന്നെ എഴുന്നേറ്റ് വരാനുള്ള ഗില്ലിന്റെ ദൃഢനിശ്ചയം ഇന്ത്യൻ ക്രിക്കറ്റിന് ഗുണം ചെയ്യും. ലോകകപ്പിൽ ഗിൽ ഇല്ലായിരിക്കാം, പക്ഷേ ന്യൂസിലാൻഡ് പരമ്പരയിൽ നമ്മൾ കാണാൻ പോകുന്നത് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസമുള്ള ശുഭ്മാൻ ഗില്ലിനെ ആയിരിക്കും.